ഹായ് വെൽക്കം ടു എജോബ്സ് ലേണിംഗ്. ടീച്ചിങ് എക്സാമുമായി അതുപോലെ കേട്ടഡ് സീറ്റഡ് തുടങ്ങിയ കാര്യങ്ങളുമായിട്ടുള്ള കണ്ടൻസുകളൊന്നും നമ്മൾ കുറഞ്ഞ ദിവസങ്ങളായി നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. തീർച്ചയായും നമുക്ക് മുമ്പിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേട്ടഡ് എക്സാമുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി വന്നതിന് ശേഷം പല ടീച്ചർമാരും കേട്ടിട്ടില്ലാത്തതിൻ്റെ പേരിൽ വളരെ നിരാശയോടെ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് സീറ്റഡ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ്. വളരെ ശ്രദ്ധയോടെ ഈ നോട്ടിഫിക്കേഷൻ വായിക്കുക. എന്നിട്ട് കേട്ടഡ് എക്സാം പോലെ തന്നെ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് കേട്ടിട്ടില്ലെങ്കിൽ സീറ്റഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സീറ്റഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പം ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ വായിക്കുന്നത്. 24-ാം തീയതിയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് നമ്മുടെ അടുത്ത സീറ്റഡ് എക്സാം സെൻറ്റർ, അതായത് സീറ്റഡ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ സ്റ്റേറ്റ് വൈസിൽ കേട്ടറ്റ്, ഇപ്പോൾ കേരളത്തിൽ കേട്ടറ്റ് എക്സാം നടത്തുന്നത് പോലെ ഓരോ സ്റ്റേറ്റിലും ടെറ്റ് എക്സാം ഉണ്ട്. പക്ഷേ നിങ്ങൾ സീറ്റഡ് എക്സാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലേക്കും ഈ ഒരു എക്സാം കൊണ്ട് അവിടുത്തെ ടീച്ചിങ് പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ KVS, അതായത് കേന്ദ്രീയ വിദ്യാലയ, അതുപോലെ NVS തുടങ്ങിയ പല സ്കൂളുകളിലേക്കും, പല ബോർഡിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലേക്കും സീറ്റഡ് എക്സാം വിജയിച്ചാൽ മാത്രമേ നമുക്കവിടെ ഒരു ടീച്ചറാകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകളുള്ള ഒരു എക്സാമാണ് സീറ്റഡ് എക്സാം. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് വളരെ പ്രയാസത്തോടെ നിൽക്കുന്ന സമയത്ത് സീറ്റഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പഠനത്തിൽ അതൊരു ഊർജ്ജമായിരിക്കും. നമ്മൾ സീറ്റഡ് എക്സാം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് വരാൻ പോകുന്ന കേട്ടഡ് എക്സാമിന് അത് വലിയൊരു ഊർജ്ജമായിരിക്കും. അതുകൊണ്ട് തന്നെ സീറ്റഡ് എക്സാം എല്ലാവരും എഴുതാൻ ശ്രമിക്കാം. ഇതിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, ഫെബ്രുവരി 8, 2026. അപ്പോൾ നമുക്ക് മുമ്പിലുള്ള സമയങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മാസം കഴിയാനായിട്ടുണ്ട്. ഇനി വരുന്നത് നവംബർ, ഡിസംബർ, ജനുവരി 3 മാസം. അതുപോലെ തന്നെ ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ എക്സാം നടക്കുന്നുണ്ട്. ഈ 3 മാസം കൊണ്ട് ഇതിൻ്റെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു പോവുക. സ്വാഭാവികമായിട്ട് എക്സാം വളരെ എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മനസ്സിലാക്കേണ്ടത് സീറ്റഡ് എക്സാമിന് 2 പേപ്പറുകളാണുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. 2 പേപ്പർ 1ഉം പേപ്പർ 2 ആണ്. ഇതിൽ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കേട്ടഡ് എക്സാം എഴുതുമ്പോൾ പറയുന്നൊരു നിർദ്ദേശമാണ്, സീറ്റഡ് പ്രൈമറി സ്റ്റേജ് പാസ്സായവർ, അതായത് പേപ്പർ 1 പാസ്സായവരെ കേട്ടഡ് കാറ്റഗറി 1-ൽ നിന്ന്, നമ്മൾ കാറ്റഗറി 1 ഇല്ലേ, അതുപോലെ തന്നെ സീറ്റഡ് എലമെൻ്ററി സ്റ്റേജ്, അതായത് പേപ്പർ 2, ഇത് പാസ്സായവരെ കേട്ടഡ് കാറ്റഗറി 2-ൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾ ഈ എക്സാം വിജയിച്ചാൽ തീർച്ചയായും കേട്ടഡ് എക്സാമിൽ നിന്ന്, അതിൽ നിങ്ങൾ വിജയിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു എക്സാം നിങ്ങൾക്ക് മതിയാകുന്നതാണ്. ഇനി ഇതിൻ്റെ പേപ്പർ 1ഉം പേപ്പർ 2ലെയും സബ്ജക്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിൽ ടോട്ടൽ 150 മാർക്കിലാണ്, 150 ക്വസ്റ്റ്യനാണ്, 150 മാർക്കിലാണ് ഈ എക്സാം നടക്കുന്നത്. ഇതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി 30 ക്വസ്റ്റ്യൻസ് കേട്ടോ. നമുക്ക് കേട്ടറ്റിലും ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി ഉണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, പേപ്പർ 1-ൽ മാത്തമാറ്റിക്സ് കമ്പൽസറി ആയിട്ട് എഴുതേണ്ടതാണ്. 30 ചോദ്യങ്ങൾ മാത്സിൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ 30 ചോദ്യങ്ങൾ അത് എൻവയോൺമെൻറ്റ് സ്റ്റഡീസ്, അതിൽ സോഷ്യലി, അതുപോലെ തന്നെ സയൻസ്, മെയിനായിട്ട് സയൻസ് നിങ്ങൾക്കറിയല്ലോ. അതുപോലെ ലാംഗ്വേജ് 1 കമ്പൽസറി ആയിട്ട് 2 ലാംഗ്വേജുകൾ നമ്മൾ എഴുതിയിരിക്കണം. അപ്പോൾ നിങ്ങൾ ലാംഗ്വേജ് 1 ആയിട്ട് സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലാത്ത മറ്റൊരു ലാംഗ്വേജാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഈ ലാംഗ്വേജുകൾ സാധാരണ നമുക്ക് മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം ഇതെന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇനി മനസ്സിലാക്കേണ്ടത് പേപ്പർ 2, ഇതിൻ്റെ ക്ലാസ്സുകളൊന്ന് പഠിച്ചു കേട്ടോ. പേപ്പർ 1 എഴുതിയാൽ 1 മുതൽ 5 വരെയുള്ള, അതായത് പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നു. അതുപോലെ ഈ എക്സാമിൻ്റെ സമയം 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 150 മിനിറ്റ് ലഭിക്കും. 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 150 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റിൽ ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് മാത്സ് ഒക്കെ ചെയ്യാൻ 1 മിനിറ്റ് മതിയാവുകയില്ല. അതനുസരിച്ച് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ പേപ്പർ 2 അത് നടക്കുന്നത് ക്ലാസ് 6 മുതൽ 8 വരെ, 8ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീറ്റഡ് പേപ്പർ 2 വിജയിച്ചാൽ മതിയാകും. അതിൻ്റെയും സമയം നിങ്ങൾ നോക്കൂ.
2.5 മണിക്കൂറാണ്. നിങ്ങൾക്ക് 2 പേപ്പർ ഒരുമിച്ച് ചെയ്യാം. പേപ്പർ 1ഉം പേപ്പർ 2 ഒരുമിച്ച് എക്സാം എഴുതാം. അതിൻ്റെ സമയവും സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ ഒരു ദിവസം രാവിലെയും ഒരു ദിവസം ഉച്ചക്കും അങ്ങനെയാണ് അതിൻ്റെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ 150 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി അത് 30 ക്വസ്റ്റ്യൻസ് ഉള്ളത്, 30 ക്വസ്റ്റ്യൻസ്. പിന്നീട് മാത്തമാറ്റിക്സ് സയൻസ്, അതായത് മാത്തമാറ്റിക്സും സയൻസും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ, അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആവാൻ താല്പര്യമുള്ളവർക്ക് 60 ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് വരും. ഇനി അഥവാ നിങ്ങൾക്ക് അതല്ല, നിങ്ങൾ സോഷ്യൽ സയൻസ് ടീച്ചറൊക്കെ ആണ്, അല്ലെ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സോഷ്യൽ സ്റ്റഡീസിൽ നിന്നുള്ള 60 ചോദ്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, 60 39 ക്വസ്റ്റ്യൻസ് ആയി. ഇനി വരുന്ന 60 ക്വസ്റ്റ്യൻസ് 2 ലാംഗ്വേജുകളിൽ നിന്നാണ്. നമുക്ക് മലയാളവും ഇംഗ്ലീഷ് എന്തായാലും സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ മലയാളവും സെലക്ട് ചെയ്യുക. കേരളക്കാരാകുമ്പോൾ നമുക്ക് അതായിരിക്കും ഏറ്റവും സുഖമായിട്ട് തോന്നുന്ന 2 ലാംഗ്വേജുകൾ. ഈ 2 ലാംഗ്വേജുകൾ സെലക്ട് ചെയ്യുക. പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ലാംഗ്വേജ് 1 ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തതെങ്കിൽ, അല്ലെ അപ്പോൾ എന്ത് ചെയ്യണം, ലാംഗ്വേജ് 2 മലയാളം ആയിരിക്കുമല്ലോ. ഇത് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ അതിലെന്ത് ചെയ്യണം, ഈ കറക്റ്റ് കൊടുക്കണം. നിങ്ങളുടെ ലാംഗ്വേജ് 1 ഇംഗ്ലീഷാണ്, ലാംഗ്വേജ് 2 മലയാളമാണ്, അതല്ലേ ലാംഗ്വേജ്. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വന്നിട്ടില്ല, ഇതിൻ്റെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രം, അതായത് എന്നാണ് എക്സാം നടക്കുന്നത് എന്ന് പറഞ്ഞു കൊണ്ടിട്ടുള്ള ഒരു നോട്ടീസാണ് വന്നിട്ടുള്ളത്. തീർച്ചയായും ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സിലബസ്, അതിൻ്റെ സ്റ്റഡി എങ്ങനെയൊക്കെയാണ് നമ്മളത് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ MCQs ഒക്കെ ചെയ്ത് പരിശീലിക്കാൻ വേണ്ടി ഞങ്ങളുടെ എജുബ്ലിസ് ലേണിങ്ങിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം. സോ താങ്ക് യു.